Hello, dear students. Next, we can discuss another university question. സക്സസീവ് അപ്രോക്സിമേഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാം, എഫ് ഓഫ് എക്സ്. അപ്പം ഞാൻ ഇവിടെ ഇപ്പം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ഡെവലപ്പ് ചെയ്യണം, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു കേസിൽ ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ല ഇന്ന ഇക്വേഷൻ എന്ന് തന്നിട്ടില്ല. സോ നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം എഴുതിയാൽ മതിയാകും. ഓക്കെ, ഇനി ഡിഫറെൻ്റ് ആയിട്ട് പറയുകയാണ് ഇന്ന ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ, എക്സ് മൈനസ് 2x പ്ലസ് 3. ഓക്കെ, എക്സ് മൈനസ് 2x പ്ലസ് 3. സോ ഈ കേസിലാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കുക, ഈ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. നമ്മൾ എങ്ങനെ എഴുതും? ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ഈ ടു പവർ എക്സിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകും. ഓക്കെ, 2x, ദെൻ ഈ 3 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകും. ഓക്കെ, 3 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോഴത്തേക്ക് എന്ത് വരും? 2x മൈനസ് 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ, ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതും. ആ ഫംഗ്ഷനിൽ മാത്രമേ ഡിഫറൻസ് വരത്തുള്ളൂ. ഇഫ് ഇന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ഇന്ന ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ്റെ പ്രോഗ്രാമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഡിഫറൻസ് വരുന്ന എവിടെയാണ്? ഈ ഒരു സെഷനിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യനിൽ ഏത് മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത് അതെന്ത് ചെയ്യുക, ആ ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുക. ആക്ച്വലി അപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കുക, ജി ഓഫ് എക്സ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാം തന്നെ പഠിച്ചു വയ്ക്കുക. സോ അപ്പം നമുക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം പ്രോഗ്രാം നോക്കാം എങ്ങനെയെന്നുള്ളത്. ഫസ്റ്റ് നമ്മുടെ ബേസിക് സ്റ്റെപ്സ്, ഹാഷ് ഇൻക്ലൂഡ് IOStream, ദെൻ ഹാഷ് ഇൻക്ലൂഡ് മാത്ത്, സി മാത്ത് ഒക്കെ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടാണ്. ഇവിടെ കണ്ടോ POW. നോർമലി നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ഫങ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ 2x എന്നൊക്കെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാമിനകത്ത് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. POW ഓഫ് 2, x. This is equivalent to 2x. 2x നമുക്ക് പ്രോഗ്രാമിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഓൾറെഡി ബിൽഡ് ഇൻ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. ആ ഒരു മാത്തമാറ്റിക്കൽ ഫങ്ഷനാണ് POW. ദെൻ ഇങ്ങനെ SQRT, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ, ദെൻ എക്സ്പോണൻഷ്യൽ, ഇങ്ങനെ ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആർ അവൈലബിൾ ഇൻ C++. ഓക്കെ, സോ മനസ്സിലാക്കേണ്ട, ഇവിടെ നമ്മൾ 2x നമ്മൾ 2, x പവർ ഓഫ് 2, x വിച്ച് ഇസ് ഈക്വലൻ ടു വാട്ട്? 2x. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സി മാത്ത് എന്ന് പറഞ്ഞൊരു ഹെഡർ ഫയൽ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ iomanip.h, iomanip എന്തിനാണ് യൂസ് ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ദെൻ യൂസിങ് നെയിം സ്പേസ് std. ദെൻ സക്സസീവ് അപ്രോക്സിമേഷനിൽ നമ്മൾ ആ മെത്തേഡ് ഓർക്കുക. നമ്മൾ എങ്ങനെയാണ് സക്സസീവ് അപ്രോക്സിമേഷൻ ചെയ്യുന്നത്? ഒരു ഇനിഷ്യൽ റൂട്ട് തരുവാണെങ്കിൽ, ഇനിഷ്യൽ റൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അസംഷൻ നമ്മൾ ഒന്ന് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ തന്നിട്ടുണ്ട് എന്നൊരു അസംഷൻ ഉണ്ടെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് വാട്ട് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. നെക്സ്റ്റ് x1 എങ്ങനെ കണ്ടുപിടിക്കും? x ഓഫ് ജി ഓഫ് x0. ദെൻ x2 എങ്ങനെ കണ്ടുപിടിക്കും? ജി ഓഫ് x2. അപ്പം മനസ്സിലാക്കേണ്ട, അത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷൻ്റെ അകത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡബിൾ ഫംഗ്ഷൻ്റെ പേര് g=x. പിന്നെ എന്താണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്? 2x മൈനസ് 3. ഈ ഒരു കേസിൽ 2x മൈനസ് 3. ഓക്കെ, അപ്പം നമ്മളിവിടെ ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനാണ് എഴുതിയത്. നമ്മൾ ഫംഗ്ഷനിൽ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ വീണ്ടും അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് അത് എന്താവും? x1 ആവും, പിന്നെ അത് ആദ്യം x0 ആവും,
ദെൻ x0 വെച്ച് നോക്കാം, നമുക്ക് എന്ത് കിട്ടും? x1 കിട്ടും. നെക്സ്റ്റ് അതെന്താവും? g ഓഫ് x1 ആവും, അത് നമുക്ക് x2 കിട്ടും. പിന്നെ ദെൻ g ഓഫ് x2 ആവും, അത് നമുക്ക് എന്ത് കിട്ടും? x3 കിട്ടും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊരു ഫംഗ്ഷൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യേണ്ടത്? നമ്മൾ ആ ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓർത്ത് വെക്കുക, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. നമുക്കൊരു x0യും വേണം, x1ഉം വേണം അല്ലേ? സോ അതിന് വേണ്ടിയിട്ട് ഞാൻ x0യും x1ഉം ഞാൻ ഡിക്ലെയർ ചെയ്തു. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സോ ആദ്യം ഞാൻ ഇനിഷ്യൽ അപ്രോക്സിമേഷൻ, അതായത് x0 എനിക്ക് റീഡ് ചെയ്യണമല്ലോ, x0 റീഡ് ചെയ്യണമല്ലോ. സോ അതുകൊണ്ട് ഞാൻ അത് x0 റീഡ് ചെയ്തു. ഓക്കെ, ഇനി പറയേണ്ടത് എൻ്റെ ദ പ്രിസ്ക്രൈബ്ഡ് ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്യുറേറ്റ് അപ് ടു എത്ര ഡെസിമൽ പ്ലേസസ് വരെ പോകണം എന്നുള്ളതാണ് ആക്യുറസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പം x0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ റൂട്ടാണ്, അപ്പോൾ അത് ഞാൻ റീഡ് ചെയ്യണം. പിന്നെ എത്ര ആക്യുറസി വരെ പോകണം എന്നുള്ളത് ഞാൻ കൊടുക്കണ്ടേ, സോ അത് റീഡ് ചെയ്യണം. സോ അതാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും വന്നിരിക്കുന്നത്. ഇനി എനിക്ക് എത്ര ഐട്രേഷൻസ് വരെ പോകാം? അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ഒരു 4th ഐട്രേഷൻ അല്ലെങ്കിൽ 5th ഐട്രേഷൻ ആയപ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ വന്നു. ഇനി വീണ്ടും ആ ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ സെയിം വാല്യൂ തന്നെ വരും. സോ അങ്ങനെ എത്ര ഐട്രേഷൻസ് എനിക്ക് പോകണം മാക്സിമം? സോ എനിക്ക് എത്ര ഐട്രേഷൻസ് വരെ പോകണം എന്നുള്ളതാണ് ഈ മാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ റീഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ആദ്യം x0, ദെൻ ആക്യുറസി അപ് ടു എത്ര ഡെസിമൽ പ്ലേസ് വരെ പോകണം, ദെൻ മാക്സിമം എത്ര ഐട്രേഷൻസ് വരെ പോകണം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത എന്താണ് വരുന്നത്? നമ്മുടെ ആ ഒരു പ്രോഗ്രാം മീൻസ് നമ്മുടെ ആ എക്സിക്യൂഷൻ പാർട്ടാണ്. നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്ത് എക്സിക്യൂഷൻ പാർട്ടാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത്. സോ ഫോർ i = 0 ലെസ് ദാൻ മാക്സ് i++. ആദ്യം എന്താണ്? നമ്മുടെ ഫോർമുല തന്നെയാണ് x1 = g ഓഫ് x0. ഓക്കെ, ഇവിടെ നമ്മളുടെ ആക്യുറസി, നമ്മൾ x1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആക്യുറസി ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ആക്യുറസി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ 4 ഡെസിമൽ അപ് ടു 4 ഡെസിമൽ പ്ലേസ് ആണ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? 0.00001. സോ 4 പ്ലേസസിനെ കാട്ടി ഗ്രേറ്റർ ആണെങ്കിൽ ആക്യുറസി, നമ്മൾ ഫസ്റ്റ് വാല്യൂ എന്ന് വെച്ചാൽ ഗ്രേറ്റർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 4 ഡെസിമൽ പ്ലേസസ് വരെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എറർ കണ്ടുപിടിക്കണം. ഓക്കെ, എറർ നമ്മൾ മാനുവലി നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും, ഇത് ആദ്യത്തെ ഫസ്റ്റ് 3 ഡെസിമൽ അല്ലെങ്കിൽ 4 ഡെസിമൽ പ്ലേസസ് വരെ ഈക്വൽ ആണ്, നമുക്ക് മാനുവലി നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ കൂടെ പറഞ്ഞു കൊടുക്കണ്ടേ? സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടത്? x1 മൈനസ് x0 FABS എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ, ഓക്കെ, ഓഫ് x1 മൈനസ് x0 ഡിവൈഡഡ് ബൈ x1 ചെയ്യും. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന ആ എറർ, എത്രമാത്രം എറർ ഉണ്ടെന്നുള്ളതാണ്. മീൻസ് എത്രമാത്രം ഇനി അല്ലെ ആദ്യത്തെ 2 ഡെസിമൽ പ്ലേസ് ആണോ ഈക്വൽ, അല്ലെങ്കിൽ ആദ്യത്തെ 3 ഡെസിമൽ പ്ലേസ് ആണോ ഈക്വൽ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ട ഇതാണ് ന്യൂ വാല്യൂ മൈനസ്, സോ നമുക്ക് കിട്ടിയ പുതിയ വാല്യൂ മൈനസ് പ്രീവിയസ് വാല്യൂ ഡിവൈഡഡ് ബൈ ദ ന്യൂ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എറർ കിട്ടും. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എറർ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇപ്പോൾ പുതിയ കിട്ടിയ വാല്യൂ x0 അസൈൻ ചെയ്യും. പുതിയതായിട്ട് കിട്ടിയത് ന്യൂ വാല്യൂ നമ്മൾ x0 അസൈൻ ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇഫ് നമുക്ക് കിട്ടിയ ഈ എറർ എന്ന് പറഞ്ഞാൽ ആക്യുറസിനെയും കാട്ടിയും ലെസ്, അതിൽ ഈക്വൽ ആണെങ്കിൽ, എറർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്യുറസി ആണെങ്കിൽ നമുക്ക് പറയാം x1 itself is the root. മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്യുറസി മീൻസ് അതിൻ്റെ അർത്ഥം ആദ്യത്തെ ഇത്ര ഡെസിമൽ പ്ലേസസ് സെയിം ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ആഫ്റ്റർ ഇത്ര ഐട്രേഷൻ നമ്മുടെ റൂട്ട് എന്താണ്? നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ x1 ആണ്. ഇല്ലെങ്കിൽ എന്ത്? x1 ആണ് നമുക്ക് നോക്കിയിട്ട് ബ്രേക്ക് കൊടുക്കുക, അപ്പം തന്നെ എക്സിറ്റ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വാല്യൂ എടുക്കുക. അടുത്ത വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ എന്താവും? 1 ആവും അല്ലേ? അതിൻ്റെ വാല്യൂ 1 ആകുമ്പോഴത്തേക്കും നമ്മൾ നെക്സ്റ്റ് ഐട്രേഷൻ നോക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഐട്രേഷനിൽ നമുക്ക് എന്ത് നോക്കും? വീണ്ടും ഇപ്പം നമ്മളിവിടെ g ഓഫ് x0 എന്ന് വന്നല്ലേ, അപ്പോൾ അടുത്ത ഐട്രേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ x0 ആണ് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നത്. സെക്കൻഡ് ഐട്രേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ x0യുടെ വാല്യൂ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്?
ഓക്കെ, എക്സ് സീറോയുടെ ഈ എക്സ് സീറോയുടെ വാല്യൂ ആണ് നമ്മൾ ഈ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്ത് വിടുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷനിലോട്ട് ദാറ്റ് ഈസ് ജി ഓഫ് ഇതിലോട്ട് പാസ് ചെയ്ത് വിടുന്നത്. സോ അവിടെ എന്ത് ചെയ്യും, അവിടെ നമ്മുടെ പുതിയ എക്സ് വണ്ടെ വാല്യൂ വെച്ചിട്ട് അവിടെ വെച്ച് റീപ്ലേസ് ചെയ്യും. സോ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി നടക്കും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിനെ ഞാൻ സെപ്പറേറ്റ് എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷൻ്റെ അകത്ത് കാരണം ഓരോ ടൈം ഓരോ വാല്യൂ അല്ലേ. ഓക്കെ, എന്നിട്ട് നമ്മൾ പാസ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന പുതിയ വാല്യൂ വെച്ചാൽ ആക്യുറസിനെ കാട്ടി വലുതാണെങ്കിൽ എറർ കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് ഈ പുതിയ വാല്യൂ എന്ത് ചെയ്യും, വീണ്ടും എക്സ് സീറോയിലോട്ട് അസൈൻ ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടക്കും. ഇത് എപ്പം സ്റ്റോപ്പ് ചെയ്യും, ഇഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എറർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്യുറസി ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് x1 ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ പ്രോഗ്രാം തന്നെയാണ്. ഐ എം ഗോയിങ് ടു റൺ ദിസ് പ്രോഗ്രാം. ഓക്കെ, സോ ഇനിഷ്യൽ അപ്രോക്സിമേഷൻ ദേ ആർ ആസ്കിങ്. ഞാൻ -3 ആണ് കൊടുക്കുന്നത്. ഓക്കെ, -3 കൊടുക്കുന്നു. ദെൻ എൻ്റെ ദ പ്രിസ്ക്രൈബ്ഡ് ആക്യുറസി ഞാനൊരു സംതിങ് അപ് ടു 4 ഡെസിമൽ പ്ലേസസ് കൊടുത്തു. ദെൻ അങ്ങനെയാണെങ്കിൽ മാക്സിമം ഐട്രേഷൻ ഞാൻ സംതിങ് 50 കൊടുത്തു. സോ എനിക്ക് പറയാം മൈ റൂട്ട് ഇസ് -2.8621 ആഫ്റ്റർ 3 ഐട്രേഷൻ. 3 ഐട്രേഷന് ശേഷം എനിക്ക് ഇത്രയും വരും. ബാക്കി അപ്പം 3 ഐട്രേഷന് ശേഷം ബാക്കി എത്ര മാക്സിമം ഐട്രേഷനിലോട്ട് പോയാലും സെയിം വാല്യൂ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ സപ്പോസ് ഇനിഷ്യൽ റൂട്ട് ഞാൻ -3 തന്നെ കൊടുക്കുവാണ്. ദെൻ പ്രിസ്ക്രൈബ്ഡ് ആക്യുറസി ഈസ് അപ് ടു 4 പ്ലേസസ് കൊടുത്തു. മാക്സിമം ഐട്രേഷൻ ഞാനിപ്പോൾ 50 കൊടുക്കുവാണ്. ഓക്കെ, ഞാനിവിടെ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. അപ്പം ഞാൻ ബ്രേക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതുള്ളത് നമുക്ക് നോക്കാം. ബ്രേക്ക് കൊടുത്തില്ല ഇപ്പം ഞാനിപ്പോൾ ഇപ്പം ഇവിടെ ആക്ച്വലി ബ്രേക്ക് കൊടുത്തിട്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. സോ വാട്ട് വിൽ ബി ദ ആൻസർ, 3 ഐട്രേഷന് ശേഷം ഇത് തന്നെ വരും. ഇനി ഞാൻ ബ്രേക്ക് ഇവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണേ. ബ്രേക്ക് ഇവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഐട്രേഷൻസും കാണാൻ പറ്റും. ഓക്കെ, നമുക്കത് ചെക്ക് ചെയ്യാം. മാക്സിമം ഐട്രേഷൻ ഞാനൊരു 50 കൊടുത്തു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത്രയും ഐട്രേഷൻ 50 വരെയുള്ള ഐട്രേഷൻസ് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, 50 വരെയുള്ള ഐട്രേഷൻസ് ഒക്കെ കാണാൻ പറ്റും ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, നമ്മളൊരു 3rd ഐട്രേഷന് ശേഷം ആദ്യത്തെ 4 ഡെസിമൽ പ്ലേസസ് റിപ്പീറ്റ് ചെയ്യുന്ന കണ്ടോ. 3rd ഐട്രേഷന് ശേഷം ദ ഫസ്റ്റ് 4 ഡെസിമൽ പ്ലേസസ് റിപ്പീറ്റ് ചെയ്യുന്നു. സോ നമുക്ക് പറയാം റൂട്ട് ഓഫ് ദ ഇക്വേഷൻ ആസ് 2.8625. ഓക്കെ, സോ ഇവിടെ ഞാൻ ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു 3rd ഐട്രേഷന് ശേഷം ഇതാണ് റൂട്ട് എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യും. കാരണം 3rd ഐട്രേഷന് ശേഷം എല്ലാം നോക്കിക്കുക, ആദ്യത്തെ 4 ഡെസിമൽ പ്ലേസസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഡയറക്റ്റ് ഇപ്പം സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ് ജസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഏതൊരു ഇക്വേഷൻ വെച്ചിട്ടും ഏതൊരു ട്രാൻസെൻഡൽ ഇക്വേഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന ഇക്വേഷൻ വെച്ചിട്ട് ഇതൊന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ ചേഞ്ച് ചെയ്താൽ മതി, ഇവിടെ മാത്രം ചേഞ്ച് ചെയ്താൽ മതിയാകും. ഓക്കെ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്, ഒരു ചേഞ്ചസും ഇല്ല. ഓക്കെ, താങ്ക് യു.